നമസ്കാരം. മഹാകുംഭമേള അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വലിയ രീതിയിൽ തന്നെ ജനങ്ങൾ കുംഭമേളയിൽ എത്തുകയാണ്. മറ്റന്നാൾ ശിവരാത്രി ആയതുകൊണ്ട് തന്നെ പ്രത്യേക പൂജകൾ ഉള്ളതുകൊണ്ട് ശിവരാത്രി പ്രമാണിച്ച് ലക്ഷക്കണക്കിന് ജനങ്ങൾ എത്താൻ സാധ്യതയുണ്ട്. മഹാകുംഭമേളയിൽ 62 കോടി ഭക്തർ പങ്കെടുത്തുവെന്ന് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഒരു പ്രത്യേക കാലയളവിൽ ഇത്രയധികം ആളുകൾ ഒത്തുകൂടിയത് നൂറ്റാണ്ടിലെ അപൂർവ സംഭവങ്ങളിലൊന്നാണെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു. ഇതെനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇന്ന് ഞാൻ ബ്രിഡ്ജ് ഭൂമിയിൽ എത്തിയിരിക്കുകയാണ്. അതിന് പിന്നിൽ ആത്മീയവും സാംസ്കാരികവുമായ ഒരു പശ്ചാത്തലമുണ്ട്. അത് ഇന്ത്യയുടെ നാഗരികതയും സംസ്കാരത്തെയും വളരെ കാലമായി സ്വാധീനിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏത് സംഭവമായാലും, അത് ആത്മീയമായാലും ഏതെങ്കിലും വിനോദസഞ്ചാര ആവശ്യത്തിനായാലും ആ ചടങ്ങിൽ ഒരു നിശ്ചിത കാലയളവിനുള്ള ഇത്രയധികം ആളുകൾ ഒത്തുകൂടുന്നത്, ആ പരിപാടിയോട് ഐക്യപ്പെടുന്നതും ഈ നൂറ്റാണ്ടിലെ അപൂർവ സംഭവങ്ങളിലൊന്നാണെന്ന് ഞാൻ കരുതുന്നു. ഇന്ത്യയിലെ ജനങ്ങൾ തങ്ങളുടെ പാരമ്പര്യങ്ങളിൽ നിന്നും സംസ്കാരങ്ങളിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ടതായി തോന്നുന്ന ഒരു കാലം വരുമെന്ന് കരുതിയിരിക്കണമെന്നും ആ സുപ്രധാന ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനും ജനങ്ങളെ അവരുടെ ആത്മീയ വേരുകളിലേക്ക്, സാംസ്കാരിക പൈതൃകങ്ങളിലേക്കും തിരികെ കൊണ്ടുവരുന്നതിനുള്ള ശക്തമായ മാധ്യമമായി കുംഭമേള പ്രവർത്തിക്കുമെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. മഹാകുംഭമേള അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ശിവരാത്രി ദിനമായ ഫെബ്രുവരി 26-നാണ് അവസാനത്തെ അമൃത്. ഈ ദിവസം വലിയ ജനപങ്കാളിത്തം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. കുംഭമേളയ്ക്ക് അതായത് സമാപനം കുറിക്കുമ്പോൾ 65 കോടിയിലധികം ഭക്തർ കടക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ഫെബ്രുവരി ആദ്യം തന്നെ 40 കോടി ആളുകൾ കുംഭമേളയുടെ ഭാഗമായി കഴിഞ്ഞു വരുന്നു. ശനിയാഴ്ച മാത്രം 1 കോടിക്ക് മുകളിൽ ഭക്തരാണ് എത്തിയത്. നിരവധി പ്രമുഖർ മഹാകുംഭമേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് തത്തമൈ TV.